അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. തണുപ്പുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. സത്യത്തിൽ നമ്മൾ ഡ്രൈവർ ഇങ്ങോട്ട് വിളിച്ചപ്പോ പറഞ്ഞിട്ട് പൈസ പിരിച്ചു വാങ്ങാന്നുള്ളത് ഉണ്ടാവുള്ളൂ. ഭക്ഷണം ഓക്കെയല്ലേ? അടിപൊളി, വളരെ പ്രതീക്ഷിക്കാത്തൊരു സംഗതി കേട്ടത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. തണുപ്പുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. സത്യത്തിൽ നമ്മൾ ഡ്രൈവർ ഇങ്ങോട്ട് വിളിച്ചപ്പോ പറഞ്ഞിട്ട് ഇതിപ്പോ നമ്മള് വേറെ വണ്ടിയാണ്, 24 ആൾക്കാരുണ്ടായതുകൊണ്ട് അർബാനിയെ വിട്ടിട്ട് നമ്മള് ചെറിയ വേറെ വണ്ടിയാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഹീറ്റർ ഉണ്ട്, വേറൊന്നും ശ്രദ്ധിക്കണ്ട, വണ്ടിയിൽ ഹീറ്റർ ഉണ്ട്. നോർമൽ കേസിൽ അങ്ങനെ വണ്ടിയിൽ ഹീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഈ തണുപ്പത്തിന് ഈ ചൂടത്തിന് ഈ ഹീറ്റർ വെച്ചാണ് ഞാൻ അങ്ങോട്ട് ചൂടായി. അതായത് ഞങ്ങളേതായിട്ടുള്ള ഭാഷത്തിൽ അതിൽ ഓൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് നോക്കി. കാരണം 2 ആഴ്ച മുന്നേ അവിടെ ഇറങ്ങുന്ന സമയത്ത് ചൂടാണ്, തണുപ്പില്ല. നല്ല തണുപ്പ് വന്നിട്ടോ. കയ്യൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതുണ്ട്. 7 മണിയായി നമ്മൾ ഗസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഒരു ലഗേജ് എടുത്ത് ഇറങ്ങാണ്. ഇത് നമ്മളെ ഇജാസ് ബായ്. വെൽക്കം ടു കാശ്മീർ. അപ്പോൾ ഒരു ശ്രീനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ ഓരോ ഗസ്റ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്നിട്ടില്ലല്ലോ. ഇനി വരാനുണ്ട് നമ്മൾ ആൾക്കാർ. എന്നാ പോട്ടെ. തണുപ്പുണ്ടോ? എല്ലാവരും എത്തി. ലഗേജുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ എല്ലാവരും വണ്ടിയിൽ കയറി. ഇനി നമ്മൾ നേരെ ഇവിടെ നമ്മുടെ റൂമിലേക്ക് പോവാം. ഇവർ ഫ്രഷ് ആവുക, നേരെ ഗുൽമർഗ്. ഓക്കെ, ബാക്കി ആൾക്കാരുണ്ട്, ഒരുമിച്ചാണ് പോവാം. അപ്പോൾ നമ്മൾ എല്ലാവരും കയറി നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോകണം. അവിടെ എല്ലാവരും ഒന്ന് കൈയാട്ടുവാ. ബാക്കില് സിനാൻ. പിന്നെ എയർപോർട്ടിലേക്ക് കൂടെ വരുന്ന സമയത്ത് ഇതേപോലെ നടന്നും പോവാം. പക്ഷേ അത് കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള റിസ്ക് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, ചെക്കന്മാരൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോൾ ഓക്കെ നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവാം നടന്നുകൊണ്ടൊക്കെ. മറ്റേ ബുദ്ധിമുട്ടും ഒക്കെ. പിന്നെ ഡിഫൻസ് എയർപോർട്ടും. അപ്പോൾ നമ്മളെ അടുത്ത ടീമും എത്തി. ലഗേജുകൾ കയറ്റി എല്ലാവരും ഫ്രഷപ്പിന് വേണ്ടിയിട്ട് പോവാം. ഓക്കെ അല്ലേ? അവിടെ ഫുഡ് ഓക്കെ അല്ലേ? എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യത്തെ ഇൻട്രോ ഉണ്ടാവും. അത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയതാണ്. രാവിലെ 5 മണിക്ക് എണീറ്റുണ്ട് നമ്മൾ പോയതാണ്. നല്ല തണുപ്പിന്, ഇപ്പോഴും തണുപ്പുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട്. എങ്ങനെയുണ്ടായിരുന്നു റൂം? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കാശ്മീരിൽ തിരിച്ചു വെള്ളം കുറയ്ക്കാൻ പറഞ്ഞാൽ മതി. ഉപ്പുമാവിന് ഇത്തിരി വെള്ളം കുറയ്ക്കാൻ പറഞ്ഞാൽ മതി. കാശ്മീരിൽ തിരിച്ചു പോകണമെന്ന് തന്നെ ആലോചിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം, സൂപ്പർ. അപ്പം നമ്മൾ നേരെ നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. നമ്മളെ 20 ചില്ലാൻ ആൾക്കാരും ടോട്ടലി ഇപ്പോൾ വരും. ഓക്കെ, നമ്മളെ ഇജാസ്. അപ്പം നമ്മളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങുകയാണ്. സിദ്ദീഖ് വരുന്നുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ എത്തി. വണ്ടി പിന്നിങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. പോവാ അവിടെ എല്ലാരും പോട്ടെ. ഇതില് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആൾക്കാരെ മനസ്സിലാവുന്നു. കാർഡ് കയ്യിൽ വെച്ചോളി. ഇല്ലല്ല, മിസ്സാവില്ല. അത് നിങ്ങൾ ബാഗിലിട്ടാ മതി. മിസ്സാവുന്നില്ല നെയ്യത്ത് വെക്കണ്ട, അപ്പൊ മിസ്സാവും. പിന്നെ നമ്മള് നേരെ പോവാണ്. ഓക്കെ, സിനാൻ ഭായ് സെറ്റല്ലേ? നമ്മളെ ഡോൺ എത്തി. കാസർഗോഡ് ഡോൺ. പോരെ, സെറ്റല്ലേ? ഓക്കെ, എന്നാ പോട്ടെ, വണ്ടി പോട്ടെ. അപ്പോ നമ്മൾ ഇന്ന് പോണത് മൈക്കൊക്കെ. അപ്പളേ സെറ്റല്ലേ? ഭക്ഷണമൊക്കെ ഓക്കെ അല്ലേ? റൂം എല്ലാം സെറ്റല്ലേ?
അപ്പൊ നമ്മളിപ്പോ പോണത് നേരെ ഗുൽമർഗിലേക്ക്. ഓക്കെ, അത് അട്ടർച്ചി. 75 കിലോമീറ്റർ നമുക്ക് ടങ്മർഗ് എന്ന സ്ഥലത്ത് എത്താണ്ട്. ഓക്കെ, 75 കിലോമീറ്റർ. പിന്നെ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 13 കിലോമീറ്റർ ചുരം കയറി പോകാണ്ട്. ഓക്കെ, അത് മെല്ലെ മെല്ലെ നിർത്തിയുള്ളൂ പോവാ, ട്രാവൽ കംഫർട്ട് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, പിന്നെ ആസ് ഓഫ് നോ ശാരീരികമായിട്ട് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? ശ്വാസം മുട്ടല് ഇല്ല, ഒന്നുമില്ലല്ലോ? ഇല്ല. മാസ്ക് വെക്കുക. ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, അല്ല ഇനി വൈകുന്നേരം വന്നിട്ട് പറയും ചെറിയ രീതിയിൽ മൂക്കിന് ചോരനൊക്കെ പറയും. അത് സ്വാഭാവികമാണ്. ഞാൻ ഇത്രയും കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട്, എനിക്ക് ഇടയ്ക്ക് വരും, മനസ്സിലായോ? അത് തണുപ്പിൻ്റെതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്ന സമയത്ത് ആർക്കൊക്കെ മൂക്ക് വേദന ഉണ്ട് പറഞ്ഞില്ലേ? അപ്പൊ മാസ്ക് വെക്കുക. പിന്നെ മഫ്ലർ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 1 രൂപന്റെ കേൾക്കണ്ടല്ലോ അല്ലേ? 1 രൂപന്റെ മിഠായി ആണ് വാങ്ങുന്നെങ്കിൽ പോലും അത് 2 പ്രാവശ്യം ചോദിക്കുക. ഇപ്പൊ നമ്മൾ കണ്ട കാശ്മീരീസ് ബെറ്റർ കാശ്മീരീസ്. പിന്നെ നമ്മൾ പോണത് തീരെ ലോകവിവരമില്ലാത്ത അങ്ങനത്തെ ആൾക്കാരാകാരം. ഒരിക്കലും വെച്ചാൽ 2 ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പോൾ എന്താ വെച്ചാൽ മാക്സിമം പോലെ ലൂട്ട് ചെയ്യാം, പൈസ പിടിച്ച് വാങ്ങാന്നുള്ളത് ഉണ്ടാവുള്ളൂ. അതായത് ഓരോ ആദ്യം പറയാം നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോൾ നിങ്ങളെ റേറ്റുകൾ പറഞ്ഞോളി എന്നാ പറയാം. നമ്മളെ വായിന്ന് നമ്മൾ ആ റേറ്റ് ചാടി കഴിഞ്ഞാൽ പിന്നെ അതാണ് അതിന്റെ റേറ്റ്, മനസ്സിലായോ? അതായത് നമ്മളെ നാട്ടിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് കുറച്ചിടും. എങ്ങനെ? അപ്പൊ എന്ത് സാധനങ്ങൾ വാങ്ങണേലും അത് ഇതാക്കുക. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ജാക്കറ്റുകൾ ഉണ്ടല്ലോ, ഇല്ലാത്ത ആളുകള് ജാക്കറ്റും അതേപോലെ നമ്മൾ ഷൂ എന്തായാലും മാറ്റുന്നതായിരിക്കും നന്നാവുക. ഗംബൂട്ടില്ലേ, റബ്ബർ വെട്ടാൻ പോകുമ്പോഴുള്ള ഷൂ ഇല്ലേ, അങ്ങനത്തെ ഷൂ അല്ല, അങ്ങനെ പറയണത്. അപ്പൊ എന്താ വെച്ചാല് ആ ഷൂവിന് 100-150 റുപ്യക്ക് റെന്റിന് കിട്ടും. പിന്നെ ഈ തണുപ്പിന് അവിടെ പോകുമ്പോൾ കുറച്ചുകൂടി തണുപ്പ് തോന്നുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ട ഡ്രസ്സിന്റെ മുകളിൽ കൂടെ വലിയൊരു ഓവർ ജാക്കറ്റ് അവിടെ നിന്ന് കിട്ടും. അത് രണ്ടും പാടാകുമ്പോൾ 200-300 രൂപന്റെ ഉള്ളിലാണ് റേറ്റ് വരിക. ഒരു 250 കിട്ടും. ഇങ്ങോട്ട് വന്നിട്ട് 400-500 ഒക്കെ പറയും ആദ്യം. ഓക്കെ, 200-250 റുപ്യാണ് റേറ്റ്. എത്രത്തോളം ബാർഗെയിൻ ചെയ്യണോ അത്രോളം. കാശ്മീരിലെ വീടുകളുണ്ടോ, ബിൽഡിങ്ങുകളിലൊക്കെ ആർക്കിടെക്ചർ എങ്ങനെയുണ്ട്? കാശ്മീർ വന്നിട്ട് കാഴ്ചകൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിക്കണോ? വേറെ എല്ലാം പോയിക്കണോ? ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതിൽ കാശ്മീരിലാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. കാര്യങ്ങൾ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിടത്തോളം നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളിയാണ്, ഉഷാറായിട്ട് പോകുന്നത്. എല്ലാവരും ഷൂ ചേഞ്ച് ചെയ്തു. ഇത് ഒന്ന് റെന്റിനിട്ടാണ്. ഫുൾ സൂട്ട് ഇതേപോലത്തെ ഷൂ. ഇതും ഒന്നും പാടെ 200. ഷൂ വണ്ടിയിൽ വെച്ചാൽ മതി. 200-250 രൂപ. എത്രത്തോളം ബാർഗെയിൻ ചെയ്യണം അത്രത്തോളം കിട്ടും. ഓക്കെ, ഇതെന്താ സംഭവം അറിയില്ലട്ടോ. ജസ്റ്റ് ഇതിലിങ്ങനെ വന്നപ്പോൾ കണ്ട കാഴ്ച. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഗുൽമർഗിലെത്തി. ഗുൽമർഗിൻ്റെ അവസ്ഥ ഉണ്ട് അപ്പോൾ ഇത്. പക്ഷെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലൊക്കെ മഞ്ഞുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാഴ്ച പോകണം. പോട്ടെ പോട്ടെ ഇനി പോട്ടെ ഇനി പോട്ടെ. പോവാ പോവാ പോവാ. അപ്പോൾ നമ്മൾ കേബിൾ കാർ കയറാൻ വേണ്ടി. അൽഹംദുലില്ലാ മഞ്ഞുണ്ട്. ഹയറ് കിട്ടിയില്ലേ? മഞ്ഞിട്ടില്ലേ മക്കളെ? നല്ല മഞ്ഞുണ്ട്. കിട്ടില്ല മഞ്ഞ്. സെറ്റല്ലേ അവിടെ? ഓയ് 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 വലൈക്കും സലാം. എന്താണ് ഇവിടെ മഞ്ഞിന്റെ ഒരു കളിയാണല്ലോ. കംപ്ലീറ്റ് മഞ്ഞാണ്ടോ. അപ്പോൾ ഗുൽമർഗിലാണ്. ഇതുണ്ടോ, ഇവർ കുതിരമ കയറ്റും. എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നന്ദില്ലാത്ത ആൾക്കാരാണ് സുഹൃത്തുക്കളെ. നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഈ പണി ചെയ്യുന്നു. ഇവരൊക്കെ അങ്ങനെ തന്നെ. ശേഷം തരുമോ? ഇതെന്താ വെച്ചാൽ ഒരു റേറ്റ് പറയാം, എന്നിട്ട് അതിലും അങ്ങനെ ഒരു മാതിരി. അപ്പൊ ഈ ഷൂട്ടിൻ്റെ ഉപകാരം മനസ്സിലായോ? ഇതേപോലത്തെ ചളിക്കണം പോവാ. ഇവരൊക്കെ എടുക്കണ്ട പറഞ്ഞു, എടുപ്പിച്ചാ പോട്ടെ. ആരെങ്കിലും വീണോളി, വൈറലായിക്കോ. ഇല്ലല്ല, ഒന്നും കാട്ടില്ല ഉണ്ടോ.
അത്ര വലിയ തണുപ്പൊന്നുമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്റെ കൈ ഇത്ര വലിയ തണുപ്പൊന്നുമില്ല. കയ്യും തണുപ്പാ. അതെ, മൂപ്പര് തണുപ്പ് ആണ് മൂപ്പർക്ക് വേണ്ടി. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇത് രണ്ടാള് കൈ ഇങ്ങനെ മരവിക്കും. ഏതായാലും ജീവിതത്തിലൊരു കാര്യങ്ങളല്ലേ. ഓയ് 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 ഞാൻ പറയാം നമ്മളിങ്ങനെ ടിവിയിലൊക്കെ കാണാതല്ലാണ്ട് നമ്മൾ നേരെ ഇനി അതായത് ഇവിടെ മഞ്ഞുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ നമ്മൾ എങ്ങനെ ഡ്രീം ചെയ്യുന്നത് കാശ്മീരിലേക്ക് വരല്? അടിപൊളിയായിരുന്നു. ഇനിയും ഒരിക്കൽ കൂടെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ family. ഫുൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ഉണ്ട്. അതെ. അങ്ങനെ 2 വാക്ക് സംസാരിക്കൂ. വരാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ വരണം, അതാ ഏറ്റവും നല്ലത്. എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ അടിപൊളി. ഹസ്ബൻഡിന്റെ കൂടെ വന്നോണ്ട് ഇനി ഞങ്ങള് ഫാമിലി ഇത് ആയിട്ടാ പ്രതീക്ഷിച്ചല്ല വരുന്നത്. വന്നത്. മഞ്ഞൊന്നും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ ഇതൊരു അതെ, അതെ. ലോട്ടറി ആയി പോയി. മക്കളൊക്കെ ആയിട്ട് ഇനി വരണം. അതായത് മഞ്ഞ് കിട്ടൂല എന്ന് പ്രതീക്ഷിച്ചു വന്നാണ്. അല്ല, ഇത് നന്നായിരിക്കുന്നത്. അധികം മഞ്ഞുള്ള നല്ല climate. ബോലോ. ഹൈ ഗൈസ്, എന്താണ് കാശ്മീർ അടിപൊളിയാണ്, നല്ലതായി വരണം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇനി അങ്ങോട്ട് നടന്നോളൂ, മെല്ലെ അങ്ങനെ നടക്കനി. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും മഞ്ഞുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കംപ്ലീറ്റ് നോക്കി നല്ല നാടൻ മഞ്ഞ് ഇതാക്കണ് ഫുള്ള്. ഓക്കെ, അപ്പോ ഇപ്പോൾ ഇന്നെന്താ ഒക്ടോബർ 8 ഉണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട്, നല്ല ആംബിയൻസ് ആണ്. പിന്നെ ആ മുകളിലൊക്കെ നല്ലോണം പെയ്തുകൊണ്ട് സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാശ്മീരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരിക. പിന്നെ മുതിർന്ന വയസ്സ് കുറേ ആയ ആൾക്കാർ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നല്ല പ്രിക്കോഷൻസ് എടുക്കുക. കഴിവതും നിങ്ങൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ കുട്ടികളെയും കൊണ്ട് വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്നാ പോലെ എങ്ങനെയുണ്ട്? അടിപൊളി എന്ത് മഞ്ഞ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഇവിടെ 2 ആൾക്കാരുണ്ട്. പറയൂ. വളരെ പ്രതീക്ഷിക്കാത്തൊരു സംഗതി കേട്ടത്. ഈ മഞ്ഞ് ഒരിക്കലും പ്രതീക്ഷയില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബോണസ് ആണത്. ശ്രീരാമന് അപ്പൊ ഇനി നമ്മള് നോക്കി നല്ല നാടൻ മഞ്ഞ് നോക്കി. ഇവിടെ നോക്കി നല്ല നാടൻ മഞ്ഞ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് നേരെ കണ്ടോളിക്ക് പോവാണ്. കണ്ടോളിയിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, എങ്ങോട്ടാ പോണത്? ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോകും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.